റിലേഷൻഷിപ്പിൽ അറ്റാച്ച്മെന്റ് നല്ലതാണോ? ഇനി അത് ഓവർ അറ്റാച്ച്മെന്റ് ആയാലോ? ഓവറായി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ അത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ റീസൺസ് പറയട്ടെ. ഒന്ന്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നത് പോലെ തോന്നും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവോ, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യമാവോ, അവർക്ക് വെറുപ്പുണ്ടാവോ എന്നൊക്കെ കരുതിക്കൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യില്ല. പകരം എപ്പോഴും ഒരു പ്ലീസിങ് മൈൻഡ് സെറ്റ് ആയിരിക്കും നിങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത്. രണ്ട്, ഇങ്ങനെ ഓവർ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ എപ്പോഴും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആയിരിക്കും. റിയൽ ലവിൽ ഒരിക്കലും ഫൈറ്റ് ഉണ്ടാവില്ല, ഡിസഗ്രിമെന്റ് ഉണ്ടായിരിക്കില്ല, എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഫാൾസ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരിലുണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് പോലും നിങ്ങളിൽ വലിയ വിഷമം ഉണ്ടാക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ കൂടുതലായതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് നിങ്ങളോടൊന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വഴക്ക് പറയുക, അല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യത്തിന് നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഹേർട്ട് ആവും. ആൻഡ് ഫൈനലി മോസ്റ്റ് ഓഫ് യുവർ ഡിസിഷൻസ് വിൽ കം ഫ്രം ഇമോഷൻ. അല്ലാതെ അതിന്റെ പ്രാക്ടിക്കബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. നിങ്ങളുടെ എല്ലാ ഡിസിഷനും എപ്പോഴും ഒരു ഇമോഷണൽ സൈഡിൽ നിന്ന് മാത്രമായിരിക്കും. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഓവറായി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് ഉണ്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടി. സോ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് വേണ്ട ആളുകൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ് എന്ന് വാട്സപ്പ് ചെയ്യുക, അയച്ചു തരുന്നതാണ്.